2023 കഴിഞ്ഞ് ബി.ടെക്, എം.ബി.എ, എം.എസ്.ഡബ്ല്യു അല്ലെങ്കിൽ എം.എസ്സി എൻവയോൺമെന്റൽ സയൻസ് കംപ്ലീറ്റ് ചെയ്തവർ ഉണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. കേരള ഗവൺമെന്റിന്റെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ശുചിത്വ മിഷൻ ഇപ്പോൾ യങ് പ്രൊഫഷണൽ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് മാൻഡറ്ററി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഫ്രഷേഴ്സിനും ഈ നോട്ടിഫിക്കേഷൻ കാണാം. ഈ വീഡിയോയിൽ നോട്ടിഫിക്കേഷനിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഗവൺമെൻറ് റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഗവൺമെൻറ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശുചിത്വ മിഷൻ റിലീസ് ചെയ്ത ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ്. ആദ്യം ശുചിത്വ മിഷൻ എന്താണെന്ന് സിമ്പിളായി പറയാം. ശുചിത്വ മിഷൻ എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സെക്ടറിൽ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുന്ന ഒരു ഏജൻസിയാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സ്വച്ഛ് ഭാരത് മിഷൻ, അർബൻ സ്വച്ഛ് ഭാരത് മിഷൻ, റൂറൽ പോലെയുള്ള പല പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റേഷനിലും ശുചിത്വ മിഷൻ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്നു. ഇപ്പോൾ ഇവർ യങ് പ്രൊഫഷണൽ എന്ന പോസ്റ്റിലേക്ക് കോൺട്രാക്ട് ബേസിസിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഈ റിക്രൂട്ട്മെന്റിന് വേണ്ടി ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അഥവാ CMD ട്രിവാൻഡ്രം ആണ്. ഇനി പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റ് നെയിം ഇസ് യങ് പ്രൊഫഷണൽ. ഒരു വേക്കൻസി മാത്രമല്ല, നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിസ്ട്രിക്ട് വൈസ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് പ്രിഫറൻസ് സെലക്ട് ചെയ്യണം. ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ക്വാളിഫിക്കേഷൻ ബി.ടെക്, MBA, MSW, MSc എൻവയോൺമെൻറ്റൽ സയൻസ്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടീഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻസ് ബേസിക് ക്വാളിഫിക്കേഷൻ 2023 ജാനുവരി 1 ശേഷം അക്വയർ ചെയ്തിരിക്കണം. അതായത് നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്ത് 2023 ജാനുവരി 1 ശേഷം ആണെങ്കിൽ മാത്രം ഈ നോട്ടിഫിക്കേഷൻ എലിജിബിൾ ആവുള്ളൂ. MTech കാൻഡിഡേറ്റ്സിന് ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്ത ഡേറ്റ് കൺസിഡർ ചെയ്യും എന്ന് നോട്ടിഫിക്കേഷൻ സ്പെഷ്യലായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മാക്സിമം ഏജ് 32 വയസ്സാണ്. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന 1 ഏപ്രിൽ 2026 ബേസിസിലാണ്. അതുകൊണ്ട് ആ ഡേറ്റ് പ്രകാരം നിങ്ങളുടെ ഏജ് 32 വയസ്സിന് താഴെ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി സാലറി നോക്കാം. ഈ പോസ്റ്റിന് മന്ത്ലി കൺസോളിഡേറ്റഡ് സാലറി 20,000 ആണ്. കൺസോളിഡേറ്റഡ് പേ എന്ന് പറയുന്നത് ഫിക്സഡ് മന്ത്ലി എമൗണ്ട്. നോട്ടിഫിക്കേഷനിൽ വേറെ അലവൻസ് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി എൻഗേജ്മെൻറ്റ് പീരീഡ്. ഈ റിക്രൂട്ട്മെൻറ്റ് പെർമനൻ്റ് അല്ല, അപ്പോയിൻമെൻറ്റ് കോൺട്രാക്ട് ബേസിസിലാണ്. കോൺട്രാക്ട് പീരീഡ് 1 വർഷം അല്ലെങ്കിൽ സ്കീം എക്സ്പയർ ആകുന്നവരെ ഏത് ആദ്യം വരുന്നത് അതുവരെ എൻഗേജ്മെൻറ്റ് ഉണ്ടാകും. ഇനി അതുകൊണ്ട് പെർമനൻറ്റ് ഗവൺമെൻറ് ജോബ് എക്സ്പെക്റ്റ് ചെയ്യുന്നവർ അത് മനസ്സിലാക്കി വെച്ച് മാത്രം അപ്ലൈ ചെയ്യുക. ഇനി ഡിസ്ട്രിക്ട് വൈഡ് വേക്കൻസി നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി ട്രിവാൻഡ്രം 3, പത്തനംതിട്ട 1, ആലപ്പുഴ 2, എറണാകുളം 1, പാലക്കാട് 2, തൃശ്ശൂർ 3, മലപ്പുറം 3, കോഴിക്കോട് 4, കണ്ണൂർ 3. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യണം. നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ റിക്രൂട്ട്മെൻറ്റ് റാങ്ക് ലിസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട്സും പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യാൻ മറക്കരുത്. ഇവിടെ ഒരു കാര്യം പറയാം. ക്വാളിഫിക്കേഷൻ റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തതുപോലെ തോന്നുന്നു. 2023 ശേഷം ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എക്സ്പീരിയൻസ് കമ്പൽസറി എന്ന് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എലിജിബിൾ ഫ്രഷർ ഗ്രാജുവേറ്റ്സിനും ഈ നോട്ടിഫിക്കേഷൻ ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക. ഇത്രയാണ് ഈ റിക്രൂട്ട്മെൻറ്റ് മെയിൻ എലിജിബിലിറ്റി പാർട്സ്. അപ്പോൾ ഇനി റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സും നോട്ടിഫിക്കേഷനിൽ പറയുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. ആദ്യം ആപ്ലിക്കേഷൻ മോഡ്. ഈ റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ ആയി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യില്ല. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അഥവാ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് 31st ജൂലൈ ആയിരുന്നു. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഇസ് 9th ഓഗസ്റ്റ് 2026 വൈകുന്നേരം 5 മണി വരെ. ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ മാക്സിമം നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേ സെർവർ ബിസി ആകുമ്പോഴോ എന്തെങ്കിലും ഇഷ്യൂ കാരണം ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോ JPG ഫോർമാറ്റിലായിരിക്കണം. സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം, അതും JPG ഫോർമാറ്റിലായിരിക്കണം. ഒരു കാര്യം നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽസ് മാത്രം അപ്ലോഡ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യില്ല. ഫുൾ സിഗ്നേച്ചർ തന്നെ അപ്ലോഡ് ചെയ്യണം. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്ത സിഗ്നേച്ചർ അക്സെപ്റ്റ് ആയില്ല. കാൻഡിഡേറ്റിനെ സൈൻ ചെയ്ത ഒറിജിനൽ സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാൻ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു വലിയ വാർണിംഗ് നോട്ടിഫിക്കേഷൻ ഉണ്ട്. മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്താൽ മതി എന്ന് കരുതരുത്. നോട്ടിഫിക്കേഷൻ പ്രകാരം ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. മാർക്ക് ഷീറ്റ്, കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ്, സ്റ്റേറ്റ് ഓഫ് മാർക്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് കറക്റ്റ് ആണോ എന്ന് 2 പ്രാവശ്യം ശ്രദ്ധിക്കുക. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങളുടെ ക്വാളിഫിക്കേഷനിൽ മെൻഷൻ ചെയ്യാത്തവരെ ചെയ്തതിൻ്റെ ഇക്വലൻറ്റ് അല്ലെങ്കിൽ എക്വലൻസി സർട്ടിഫിക്കറ്റ് കമ്പൽസറി ആണ്. അതല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യില്ല. ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം. നോട്ടിഫിക്കേഷൻ പ്രകാരം സെലക്ഷൻ പ്രോസസ്സ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മാത്രമേ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളത്. ആപ്ലിക്കേഷൻ ബേസ് സ്ക്രീനിങ് ഉണ്ടാവും. ക്രൈറ്റീരിയ ബേസ് ഷോർട്ട് ലിസ്റ്റിംഗ്, റിട്ടൺ ടെസ്റ്റ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ്, ഇൻ്റർവ്യൂ. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജ് അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്റ്റേജസ് ഉണ്ടാകും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ റെഗുലർലി ഫോളോ ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ആകുന്ന കാൻഡിഡേറ്റ്സിന് ഇമെയിൽ അല്ലെങ്കിൽ SMS വഴിയായിരിക്കും ഇൻഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ആക്റ്റീവ് ഇമെയിൽ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, സ്പാം ഫോൾഡറും ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇനി നോട്ടിഫിക്കേഷനിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻ നോക്കാം. ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യുമ്പോൾ ഒരു ഇൻഫർമേഷൻ തെറ്റായി കൊടുക്കരുത്. ഫോൾസ് ഇൻഫർമേഷൻ, ഫാബ്രിക്കേറ്റഡ് ഡോക്യുമെൻറ്റ്സ്, ഫേക്ക് സർട്ടിഫിക്കറ്റ്സ്, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് എന്നിവ കണ്ടെത്തിയാൽ കാൻഡിഡേച്ചർ ക്യാൻസൽ ചെയ്യും. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ആപ്ലിക്കേഷനിൽ കൊടുത്ത ഡീറ്റെയിൽസ് മാച്ച് ചെയ്യണം. മിസ്മാച്ച് ഉണ്ടെങ്കിൽ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയാലും കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും. ബ്ലറായ ഫോട്ടോസ് അങ്ങനൊന്നും കൊടുക്കരുത്. CMD അല്ലെങ്കിൽ ശുചിത്വ മിഷൻ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് മോഡിഫൈ ചെയ്യാനും വേക്കൻസി റിവൈസ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാനും അവർക്ക് അധികാരം ഉണ്ടെന്ന് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് എല്ലാ സ്റ്റേജസും നടക്കും എന്ന് ഗ്യാരണ്ടി ഇല്ല. ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വേണമെന്നുള്ളത് ജസ്റ്റ് ലിങ്ക് എന്ന് മാത്രം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ജോബ് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.